Welcome to Tiffany's Kitchen. ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്നൊരു അടിപൊളി അയല പൊള്ളിച്ചതാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ വലിയ ജീരകം, ഒരു കഷ്ണം ഇഞ്ചി, 4 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു ഹാഫ് ലെമൺ ജ്യൂസ്, പിന്നെ എരിവിന് വേണ്ടിയിട്ട് 3 കാന്താരിമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് പച്ചക്കുരുമുളകാണ്. അപ്പോൾ 6 മണി പച്ചക്കുരുമുളക് അത്രയും കാര്യങ്ങൾ ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റാക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് വാഷ് ചെയ്ത് നല്ല കുഞ്ഞായിട്ട് വരഞ്ഞു വെച്ചിട്ടുള്ള അയലയിലേക്ക് നല്ലതായിട്ട് ആ ഒരു മസാല പുരട്ടി കൊടുക്കുക, അകത്തും പുറത്തും എല്ലാമായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു അയലയുടെ വെയിറ്റ് എന്ന് പറയുന്നത് 400 ഗ്രാം വെയിറ്റ് വരുന്ന അയലയാണ് കേട്ടോ. നല്ല വലിയൊരു അയലയാണ് എടുത്തിട്ടുള്ളത്. നല്ലതായിട്ട് മസാല തേച്ച് പിടിപ്പിച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. ബാക്കിയുള്ള മസാല അവിടെ സൂക്ഷിച്ച് വെക്കുക, നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ തലേന്ന് രാത്രി മസാല പുരട്ടി വെച്ചിട്ട് പിറ്റേ ദിവസമാണ് എടുത്തിട്ടുള്ളത്. ഒരു 4 മണിക്കൂറെങ്കിലും മസാല പുരട്ടി മാറ്റി വെക്കുക കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റിലായിരിക്കും കിട്ടുക. അപ്പോൾ ചൂടായിട്ടുള്ള പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുക കേട്ടോ, അപ്പോഴാണ് നമുക്ക് ആ ഒറിജിനൽ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു വെളിച്ചെണ്ണയിലേക്ക് ഞാൻ ഈ ഒരു ഫിഷിനെ മെല്ലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 വശവും നല്ലതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു ചട്ടിക്കകത്ത് ഈ ഒരു അയല മുഴുവനായിട്ടും കൊള്ളുന്നില്ല. അപ്പോൾ ആ ഒരു തലയും വാലൊക്കെ ജസ്റ്റ് ഒന്ന് നീക്കി കൊടുത്തിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ ഞാൻ നല്ലതായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സെയിം ഓയിൽ കളയരുത്, ഇത് തന്നെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിൽ തന്നെ ചെയ്യുമ്പോഴാണ് അതിൽ കൂടുതൽ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഫിഷ് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു സെയിം വെളിച്ചെണ്ണയിലേക്ക് ഒരു പിടി ചെറിയുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൽ കൂടുതൽ ചെറിയുള്ളി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഒരു വലിയ സവാളയുടെ പകുതി സവാള ക്യൂബ്സാക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓരോ ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു ടൊമാറ്റോ ക്യൂബ്സ് ആക്കിയതും കൂടെ ചേർത്ത് കൊടുക്കുക. നല്ലതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി അല്പം കറിവേപ്പില, പിന്നെ അതുപോലെ തന്നെ ഒരു പച്ചമുളക് കഷ്ണങ്ങളാക്കിയത് ഇത്രയും ചേർത്ത് നല്ലതായിട്ടൊന്ന് വഴറ്റി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഒരു മസാലക്കൂട്ടുണ്ടല്ലോ, ബാക്കിയുള്ള മസാല, അപ്പോൾ അതും കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നല്ലതായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ ഒരു റോ ടേസ്റ്റ് മാറണം. ഒന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു ടൊമാറ്റോയും അതുപോലെ തന്നെ ആ ഒരു ചേർത്തിട്ടുള്ള ഓനിയനൊക്കെ നല്ല സോഫ്റ്റായി വരുന്നത് വരെ നമുക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നല്ലതായിട്ട് ഫൈനായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി സെയിം പാനിലേക്ക് തന്നെ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാന് ഒന്ന് കഴുകി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കഴുകി എടുത്തിട്ടൊന്നുമില്ല. ആ പാന് നല്ലതായിട്ടൊന്ന് നമ്മൾ അതിലത്തെ മസാലയൊക്കെ തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതിലേക്ക് തന്നെ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ മസാല വീണ്ടും അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ശ്രദ്ധിക്കണം, നമ്മൾ മസാലയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുള്ളതായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം ഇതിൽ മസാലയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ചേർത്തത് നല്ല കട്ടി തേങ്ങാപ്പാലാണ്. അത് 1 കപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അല്പം ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. അല്പം കറിവേപ്പില കൂടെ ഇട്ടിട്ട് നല്ലതായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഈ ഒരു തേങ്ങാപ്പാലിലുള്ള ആ ഒരു എണ്ണ നല്ലതായിട്ടൊന്ന് തെളിഞ്ഞ് വരണം. ആ ഒരു പരുവത്തിൽ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ആ എണ്ണയൊക്കെ തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്, നല്ല തിക്ക് ഗ്രേവി ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്തിട്ടുള്ള ഫിഷിനെ മെല്ലെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഫിഷിന് കോട്ടം വരാത്ത വിധത്തിൽ വേണം ഇതിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടും. അപ്പോൾ അത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി ബാക്കിയുള്ള മസാല ഇതിനെ അങ്ങോട്ട് ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഫിഷ് ഇതിൽ കടന്നിട്ടൊന്ന് സോഫ്റ്റായി കിട്ടണം. അപ്പോൾ മുഴുവനായിട്ട് മസാല ഞാൻ അതിൽ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മൂടി വെക്കാം. ലോ ഫ്ലെയിമിലിട്ട് ഒരു 3-4 മിനിറ്റ് വരെ ഒന്ന് വെക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ നല്ലതായിട്ട് അതിൻ്റെ ഓയിലൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ ഫിഷൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് വാട്ടിയെടുത്ത വാഴയിലയിലേക്ക് മാറ്റാം. അപ്പോൾ വാട്ടിയെടുത്തിട്ടുള്ള വാഴയില ഇവിടെ റെഡിയാണ്. അതിലേക്ക് ഞാൻ അല്പം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മസാലയൊന്ന് തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് ആ മസാലയൊക്കെ ഒന്ന് നല്ലതായിട്ടൊന്ന് സ്പ്രെഡാക്കിയതിന് ശേഷം അതിന് മുകളിലേക്ക് നമ്മുടെ അയലനെ ഒരു കോട്ടം വരുത്താത്ത വിധത്തിൽ വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിന് മുന്നേ ആയിട്ട് ഈ മസാലയ്ക്ക് മുകളിൽ അല്പം വെളിച്ചെണ്ണയും അല്പം കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വേണം ഫിഷ് വെക്കാൻ വേണ്ടിയിട്ട്. ആ ഫിഷ് വെച്ചതിന് ശേഷം അതിന് മുകളിൽ വീണ്ടും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കുക. ബാക്കിയുള്ള മസാല നല്ലതായിട്ട് ആ ഒരു ഫിഷിനെ പൊതിഞ്ഞ് നിൽക്കുന്ന വിധത്തിൽ കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ മസാലയൊക്കെ നല്ലതായിട്ട് നമ്മൾ വെച്ച് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെല്ലെ ഇതിനൊന്ന് പൊതിഞ്ഞെടുക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് മസാലയൊക്കെ പിടിച്ച് നല്ല കുട്ടപ്പനായിട്ട് നമ്മുടെ ഫിഷ് ഇതിനകത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ നല്ലതായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. അപ്പോൾ നല്ല
ആട്ടിയെടുത്തിട്ടുള്ള വെളിച്ചെണ്ണയൊക്കെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റും നല്ലൊരു സ്മെല്ലും ആയിരിക്കും. അതുപോലെ തന്നെ ഫ്രഷ് കറിവേപ്പില എടുക്കുക, ഫ്രഷ് വാഴയില എടുക്കുക. അപ്പോൾ അതെല്ലാം കൂടെ ആകുമ്പോൾ ഒരു അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. ഇനി നല്ല വൃത്തിക്കൊന്ന് കെട്ടിക്കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആ ഒരു വാഴനാര് വെച്ച് തന്നെ കെട്ടിക്കൊടുക്കാം. അപ്പം ഞാൻ പറയാറില്ലേ, വാഴയില നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഞാൻ ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാറാണ്. അപ്പോൾ ആ ഒരു തരത്തിലുള്ള വാഴയിലയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫ്രഷ് വാഴയില എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കിടുമായിരിക്കും കേട്ടോ. അപ്പോൾ വാഴയില നിങ്ങൾക്ക് ഫ്രഷ് കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം. ഇനി ഇതാ നല്ല കെട്ടി നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഈ ഒരു പൊതിഞ്ഞ് കെട്ടി വെച്ചിട്ടുള്ള ഫിഷിനെ അപ്പുറം ഇപ്പുറമൊക്കെ ഒന്ന് തിരിച്ചിട്ട് നല്ലതായിട്ടൊന്ന് പൊള്ളിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു പാനിലകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഈ ഒരു വാഴയില ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടും അതിനകത്തേക്ക് ആവി കയറാൻ വേണ്ടിയിട്ടുമാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ 2 വശവും 2 തവണയായിട്ട് ഞാൻ തിരിച്ചു മറിച്ച് കെട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വാഴയിലയുടെ കെട്ട് അഴിച്ചെടുക്കാം. നല്ല അടിപൊളി സ്മെല്ലും അടിപൊളി ഫ്ലേവറോട് കൂടിയിട്ടുള്ള നമ്മുടെ അയല പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഈ ഒരു ഫിഷിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ മസാലയാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഏത് മീനായിരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അയലയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം അയല അങ്ങനെ പൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിങ്ങനെ ആ ഗ്രേവിയോട് കൂടി ഇങ്ങനെ കൂട്ടി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ ആയിരുന്നാലും അല്ലെങ്കിൽ ചപ്പാത്തി, പൊറോട്ട ഇതിൻ്റെയൊക്കെ കൂടെ ആയിരുന്നാലും നല്ല അടിപൊളി ഒരു കോമ്പിനേഷനാണ്. നല്ല ടേസ്റ്റാണ്. അധികം പണിയൊന്നുമില്ല. തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മൾ തൊട്ട് മുന്നേ ആയിട്ടൊരു കിഴി പൊറോട്ടയുടെ റെസിപ്പി കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഫിഷ് പൊള്ളിച്ചത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.